ഹലോ, ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ആട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ ഒട്ടുമിക്കത് നമ്മുടെ അമ്മ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം. കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ, എന്നാലും അത്യാവശ്യം ചെടികളൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. ഇതായിട്ടൊരു കാന്താരി ഉണ്ട് കേട്ടോ, കുറച്ച് അത്യാവശ്യം കായൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ മഞ്ഞൾ വെച്ചിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി ഉണ്ട് കേട്ടോ. അതായത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചധികം പനിക്കൂർക്കയുണ്ട്. പപ്പരത്തൈയാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ബ്രഹ്മി കുറച്ച് വളർന്നിട്ടുണ്ട്. പിന്നെ കയ്യോന്നിയുണ്ട്. നമുക്ക് മഴ കാരണം നശിച്ചു പോയതാണ് കേട്ടോ, ഒത്തിരി ഉണ്ടായിരുന്നേ. ഇത് കറിവേപ്പില കേട്ടോ, നമ്മുടെ പേരയുടെ ചുറ്റും ഇങ്ങനെ നല്ല പുഷ്ടിയായിട്ട് വളർന്നിട്ടുണ്ട് കറിവേപ്പില. ഒരുപാടുണ്ട് കേട്ടോ, നമുക്ക് 1-2 തൈ കിട്ടിയതാണ്. അതിങ്ങനെ പൊട്ടി മുളച്ച് ഒരുപാടിങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേലിയേൽ നമുക്ക് കോവലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് ഒരു ഭാഗമേ ഉള്ളൂ, ബാക്കിയൊക്കെ മഴ കാരണം പോയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളക് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് കപ്പയാട്ടോ. കപ്പ ഇതെല്ലാം അമ്മയുടെ കൃഷിയാട്ടോ, അമ്മ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. കപ്പ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കപ്പ. പിന്നെ ഇത് പനിക്കൂർക്കയാണ്. പിന്നെ പനിക്കൂർക്കയുടെ സൈഡിലായിട്ട് നിൽക്കുന്ന കുതുപ്പുല്ലെന്ന് പറയും കേട്ടോ. നമ്മുടെ ഇവിടെ കുതുപ്പുല്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ പേരതാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്കിവിടെ അലോവര, കറ്റാർവാഴയുണ്ട്. ഇതുപോലെ ഒരു ചെറിയ തൈ കൊണ്ടുവന്ന കേട്ടോ. ഇപ്പോൾ ഇവിടെയും കൂടെ നിൽപ്പുണ്ടേ. ഒരു തൈ മതി കേട്ടോ, അത് പൊട്ടിമുളച്ച് ഒരുപാടായിക്കോളും. ഇതിൻ്റെ താഴെ നിന്നൊക്കെ മുള വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ പഞ്ചസാരപ്പഴം എന്ന് പറയും. പക്ഷേ ഇത് നമ്മുടെ അല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടുകാരുടെയാണേ. പക്ഷെ നമുക്ക് പഴമൊക്കെ കിട്ടാറുണ്ട്. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ ഈ മാവ്, ഇതിൻ്റെ അവകാശം ശരിക്കും ജുവാനയാണ് കേട്ടോ. അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം ജൂൺ 5-ന് കിട്ടിയ മാവാണ് കേട്ടോ. ഇപ്പം ഇത്രയായി. പിന്നെ അതിൻ്റെ താഴെയുള്ളത് ചീരയാണ്. ഇത് നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയാട്ടോ ചീര. പിന്നെ കാന്താരി നിൽപ്പുണ്ട്. ഇത് കാന്താരിയാണ്. ഇതെല്ലാം കാന്താരിയാട്ടോ. പിന്നെ പിന്നെയും കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ മൊത്തം ഇങ്ങനെ ചെറിയ തൈകളായിട്ട് വന്നിട്ടുണ്ട്. മുഴുവൻ കറിവേപ്പിലയാണ് ഈ സൈഡിലൊക്കെ. പിന്നെ നമ്മുടെ കൈതച്ചക്ക ഒരെണ്ണം ഉണ്ടായി വരുന്നുണ്ട്. ഇതിലൊന്നും ആയിട്ടില്ല കേട്ടോ കൈതച്ചക്ക. 3-4 തൈയുണ്ട്. പിന്നെ എല്ലാവരുടെ വീട്ടിലുള്ളതുപോലെ വാഴ ഇതുപോലെ 4 സൈഡിലുണ്ട് കേട്ടോ. 5-8 വാഴകളും ഉണ്ട്. പിന്നെ ഇത് നാരകമാണ്. പക്ഷെ നമ്മളിത് വെച്ചിട്ട് കുറേ ആയി. പക്ഷേ ഇതിൽ നാരങ്ങ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അതും അങ്ങനെ നിൽപ്പുണ്ട്. അതിൻ്റെ താഴെ ഒരു പേരയുടെ തൈയുണ്ട്. പിന്നെ നമ്മുടെ ആര്യവേപ്പ്, ഇത് വെച്ചിട്ട് കുറച്ച് ആളായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.